പറവൂർ ചെറിയ പല്ലന്തുരുത്ത് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി പി.എൻ. പണിക്കർ അനുസ്മരണം നടത്തി. കെ. ശശിധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ബെന്നി ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി. എൻ. ബിജു, എം. കെ. രാജേഷ്, ശിവദാസ്, എം. കെ. ശശി, രജനി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജേഷ് നമ്മുടെ പഞ്ചായത്ത് മെമ്പറാണ്, അടുത്ത വാർഡാണ്. രാജേഷ് നമ്മുടെ എല്ലാ പരിപാടിയിലും വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ് രാജേഷ്. രാജേഷിനെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ലൈബ്രറി പ്രസിഡന്റാണ്. അപ്പോൾ അതുകൊണ്ട് ഔപചാരികമായ സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല. ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ലൈബ്രറിയുടെ പേരുള്ള സ്നേഹാദരങ്ങളോടെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ പക്ഷാചരണത്തിന്റെ ഭാഗമായി നമ്മളിവിടെ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ പിന്നിലുള്ള ബാനറിൽ ഒരു മഹാനായ മനുഷ്യന്റെ മുഖം പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജൂൺ മാസം 19-ാം തീയതിയാണ് പി.എൻ. പണിക്കർ എന്ന് പറയുന്ന പ്രതിഭാധനനായ മഹാനായ മനുഷ്യന്റെ ഓർമ്മദിനം. ജൂൺ മാസം 19-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ മരണദിനം. 1995 ജൂൺ മാസം 19-ാം തീയതി പി.എൻ. പണിക്കർ എന്ന് പറയുന്ന ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും മഹാന്മാരിൽ മഹാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഗ്രന്ഥാലയ മഹർഷി എന്നാണ് പി.എൻ. പണിക്കരെ വിശേഷിപ്പിച്ചത്. 60 വയസ്സ് കഴിഞ്ഞവരാണ് അവിടെ ഇരിക്കുന്നത്. 16 വയസ്സുകാരനാണ് ഇങ്ങനെ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവര് സംസാരം നിർത്തും. കാരണം അങ്ങേര് പറഞ്ഞ എന്താ വെച്ചാൽ പലതരത്തിലുള്ള സംസാരങ്ങളുണ്ട്. അതായത് എല്ലാം ഉണ്ട്. അന്നത്തെ ആ കാരണവന്മാരുടെ എല്ലാവർക്കെല്ലാം അത് പിള്ളേരെ കേൾക്കാൻ പാടില്ലാത്ത വർത്തമാനം പറയും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇവനെ ഓടിച്ചു പറയും. അപ്പോൾ ഒടുവില്ല. അപ്പോൾ ഇതൊന്ന് കേട്ടെ എന്ന് പറഞ്ഞ് ഈ പേപ്പറും വെച്ചിട്ട് ഈ പേപ്പർ വായിച്ചു ഒരു 2-3 ആഴ്ച അവരെ നിർബന്ധപൂർവ്വം പേപ്പർ കേൾപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച പോയില്ല. അപ്പോൾ അവരന്വേഷിച്ചു, ഇന്ന് നിന്നെ കണ്ടില്ലല്ലോ. അപ്പോൾ ഇതിലൊരു താല്പര്യം. പിന്നെ എന്തെങ്കിലും തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഉടത്തി പേപ്പറിൻ്റെ കൂടെ ആനുകാലികങ്ങൾ എടുക്കും. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചരിത്രം പഠിപ്പിക്കും. ഇന്ത്യയുടെ ചരിത്രം, കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തെയും ഇതെല്ലാം പറഞ്ഞു മനസ്സിൽ ഈ അവിടെ ഇരുന്നിരുന്ന ഒരു 10-15 കാരണവന്മാരെ അങ്ങനെ എന്ത് സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി മാറ്റി. സംസ്ഥാനത്തെ എല്ലാ ലൈബ്രറികളും ഈ വാരങ്ങളിലൊക്കെ പി.എൻ. പണിക്കരുടെ അനുസ്മരണവും സംസ്ഥാനത്ത് വായനാ പക്ഷാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചടങ്ങുകൾ സംഘടിപ്പിച്ചു വരികയാണ്. ഞാൻ പലപ്പോഴൊക്കെ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. അത് മാത്രമല്ല അല്ലാതെ പത്രങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുപിടിക്കും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ചെറിയവല്ലന്തുരുത്ത് പബ്ലിക് ലൈബ്രറി ഇത്തരത്തിലുള്ളൊരു പി.എൻ. പണിക്കർ അനുസ്മരണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എൻ്റെ അറിവിനനുസരിച്ച് വായനാ ലോകത്ത് ഒത്തിരി ആളുകളെ കൈപിടിച്ച് ഉയർത്തിയ ഒരു മഹത് വ്യക്തിയായിരുന്നു പി.എൻ. പണിക്കർ എന്നുള്ളതാണ്. എൻ്റെ കുട്ടികൾ ചെറുപ്പം മുതലേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിന്റെ കൂടെ ചെറിയ കാർട്ടൂൺ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കും. അന്നത്തെ കാര്യം വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അക്ഷരം അറിയില്ല, പക്ഷെ പടം കാണാൻ അവർക്ക് അറിയാൻ പറ്റും. ഈ വായന ഇങ്ങനെ ഞങ്ങൾ ആരെങ്കിലും വായിച്ചു കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അവർ കഴിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടക്കിടക്ക് ഈ പുസ്തകം കൊണ്ടുവന്നവർ വായിക്കാൻ പറയും, കഥ പറയാൻ പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വായന ഒരു കഥയുണ്ടെങ്കിൽ ആ കഥ വായിക്കാൻ പറയുമല്ലോ, അത് പണ്ട് വായിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കഥ എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് അവര് വായിക്കും. അവർക്ക് അക്ഷരം അറിയില്ല, ഒന്നും അറിയില്ല, നമ്മൾ പറഞ്ഞത് മാത്രം കേട്ടിട്ട് അതേപോലെ വായിക്കും. ഇവിടെ ഇങ്ങനെ തൊട്ടിട്ട് ഇവനിങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പറഞ്ഞു, ആ ഡയലോഗ് കംപ്ലീറ്റ് അവർ വായിക്കും. ഒരു നോളജ് അവർക്കില്ല അതിനെക്കുറിച്ച്. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് വായനയോട് താല്പര്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ എവിടെ പോയാലും മിക്കവാറും ആൾക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഈ കുട്ടികളെ ഇങ്ങനെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വപ്നം കാണാനും കഴിയും, വായിക്കാൻ കഴിയും. ആലോചിക്കുക, ഇത് അന്ന് വായിച്ച പുസ്തകമാണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ആ പുസ്തകം എടുത്തു. വായിച്ചിട്ട് ഇന്നും എന്റെ മനസ്സിൽ കിടക്കട്ടെ. ഞാനത് പോകുന്നത് വൈകിട്ട് വിളിക്കണം.
ഇവിടുന്ന് വൈപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബോട്ടിൽ കയറി പിന്നെ അവിടെ നിന്ന് നടന്നേക്ക് പോണത്. ആ പുസ്തകം ഞാൻ വായിച്ചു തീർത്തത് ബസ്സിലിരുന്നും ബോട്ടിലിരുന്നുമാണ്. കാരണം ഓരോ പേജ് കഴിയുന്നതോറും നമുക്ക് അതിന്റെ ആ ശൈലി നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായന നേരത്തെ ഇവിടെ എല്ലാവരും വിവരിച്ച പോലെ നമ്മുടെ ഒരു പുസ്തകത്തിലേക്കാണ് ഇഴഞ്ഞിരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പരിസരമൊന്നുമില്ല. ശ്വാസം പറഞ്ഞ സമയം പറഞ്ഞു പോകും. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.